എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യം ഇനിയിപ്പം ഫാർമസിസ്റ്റ് ഏതൊരു കോഴ്സ് ആയാലും അതിന് പോസിറ്റീവ് സൈഡും കാണും നെഗറ്റീവ് സൈഡും കാണും അല്ലേ. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാർമ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫാർമസി ചൂസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോ ആയിരിക്കും. അതായത് എൻ്റെ ഈ ഒരു ഫാർമസിസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നും ഒരു 5 ഇയേഴ്സ് എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഫാർമസി ഫീൽഡ് ചൂസ് ചെയ്യുന്ന ഒരാൾക്ക് വരുന്ന ആദ്യത്തെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഏത് കോഴ്സ് എടുക്കണം. മെയിൻലി ഇത് ഫാർമസി ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 3 കോഴ്സസ് ആണ് വരുന്നത്. ഡി ഫാമും ബി ഫാമും ഫാർമസി. സോ ഈ ഒരു 3 കോഴ്സിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് ഡൗട്ട് വരാം. ഫസ്റ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു 3 കോഴ്സിൽ ഫസ്റ്റ് ഡി ഫാം എടുക്കുകയാണെങ്കിൽ ഡി ഫാം എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്ലോമ കോഴ്സാണ്. 2 വർഷത്തെ കോഴ്സായിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും കേട്ടോ. സോ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഇപ്പം നാട്ടിൽ തന്നെ നിങ്ങൾക്ക് നിൽക്കാനാണ് ഇഷ്ടം, അതായത് പുറത്തോട്ടൊന്നും വരാൻ താല്പര്യമില്ല, അങ്ങനെ ഉള്ളവർക്ക് ഡി ഫാം എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. കാരണം ഈ ഒരു ഡി ഫാം കഴിഞ്ഞാൽ തന്നെ നമ്മൾ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആണ്. നമുക്കൊരു ഫാർമസി ലൈസൻസ് അല്ലെങ്കിൽ ഒരു ഫാർമസി തുടങ്ങാനുള്ള ലൈസൻസ് കിട്ടും. അതുപോലെ തന്നെ PhD ഒക്കെ നോക്കി അങ്ങനത്തെ എക്സാംസ് എഴുതി ഗവൺമെൻറ്റിൽ വല്ല ജോബ് നോക്കുന്നവരാണെങ്കിലും ഡി ഫാമിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഡി ഫാം ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഗൾഫിൽ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് ഫാർമസിസ്റ്റ് ആയിട്ടൊക്കെ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് കിട്ടും. ഇനി ബി ഫാം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഗൾഫ് കൺട്രീസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ പോയി സെറ്റിൽ ആവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ബി ഫാം ആയിരിക്കും. കാരണം ബി ഫാം കഴിഞ്ഞാൽ നമുക്കിവിടെ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ബി ഫാം കഴിഞ്ഞ് ഇവിടുത്തെ എക്സാം എഴുതിയാണ് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഡി ഫാംകാർക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, ഡി ഫാംകാർക്കും ഇവിടെ വേക്കൻസീസ് ഉണ്ട്, വർക്ക് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ അവർക്ക് അസിസ്റ്റൻറ്റ് ഫാർമസിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ സാലറി കുറച്ച് വ്യത്യാസം കാണും. അതുപോലെ ഇപ്പോൾ ഇവിടെ ഇന്നത്തെ റൂൾ എന്ന് പറഞ്ഞാൽ മെയിൻലി ഓരോ ഫാർമസീസിലും ഇത്ര ഫാർമസിസ്റ്റ് വേണം, അത് കമ്പൽസറി ആയിട്ടുള്ള കാര്യങ്ങളാണ്, അങ്ങനത്തെ റൂൾസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വേക്കൻസീസ് കൂടുതൽ വരുന്നത് ഫാർമസിസ്റ്റിനായിരിക്കും അസിസ്റ്റൻറ്റ് ഫാർമസിസ്റ്റിനെക്കാളും. അതുപോലെ ഇപ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ റൂൾസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അടുത്ത പ്രാവശ്യം ഇനിയിപ്പം ഫാർമസിസ്റ്റിനെ മാത്രം അങ്ങനത്തെ റൂൾസ് ഒക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയും ഇപ്പോൾ ഗൾഫ് കൺട്രീസ് ഒക്കെ ആഗ്രഹിക്കുന്നവർ അവിടെയൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബി ഫാം ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ചോയ്സ്. ഇനി മൂന്നാമത് ഫാർമഡി. ഫാർമഡി എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഓഫ് ഫാർമസിയാണ്. ഫാർമഡി മെയിൻലി എനിക്ക് തോന്നിയ കാര്യം ഗൾഫ് കൺട്രീസിലായാലും നമ്മുടെ നാട്ടിലായാലും ഫാർമഡിയുടെ സ്കോപ്പ് ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രൈവറ്റിലാകുമ്പോൾ നല്ല ഫീസാണ്. സോ ഇത്രയും ഫീസ് കൊടുത്ത് പഠിച്ചിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ കിട്ടുന്നതായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്കോപ്പ് അത്രയും സ്കോപ്പ് കിട്ടുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. എനിക്ക് ഒരുപാട് ഫാർമഡി പഠിച്ച കുട്ടികളെ അറിയാം, നമ്മുടെ കോളേജിൽ തന്നെ ഫാർമഡി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളിപ്പം കാനഡ, ഓസ്ട്രേലിയ, UK ഇങ്ങനത്തെ കൺട്രീസ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ ഫാർമഡി ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം ഗൾഫ് കൺട്രീസിലായാലും നമ്മുടെ നാട്ടിലായാലും ഫാർമഡിക്ക് എത്ര ഒരു സ്കോപ്പ് വന്നിട്ടില്ല ഇതുവരെ. സോ നാളെ ചിലപ്പോൾ വന്നേക്കാം, അറിയില്ല. പക്ഷേ ഇതുവരെയും ഫാർമഡിക്ക് അത്രയും വലിയൊരു സ്കോപ്പ് വന്നിട്ടില്ല. ഫാർമഡി പഠിച്ചവരാണെങ്കിലും കൂടുതലും പേര് ഇപ്പോൾ ഫാർമസിസ്റ്റ് ആയിട്ട് നമ്മുടെ സെയിം ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നവരെ എനിക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ഫാർമഡിക്ക് അത്രയും വലിയൊരു സ്കോപ്പ് വന്നതായിട്ട് എനിക്ക് തോന്നില്ല. പിന്നെ ഇത് ഏത് കോഴ്സ് നിങ്ങൾ എടുത്താലും, അതായത് ഡി ഫാം എടുത്താൽ നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി വഴി ബി ഫാമിലേക്ക് പോകാൻ പറ്റും. അതുപോലെ ബി ഫാം എടുത്താൽ നിങ്ങൾക്ക് ഫാർമഡി ചൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളിപ്പം ഏത് കോഴ്സ് എടുത്താലും നമുക്ക് ലാറ്ററൽ എൻട്രി വഴി ആ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ലാറ്ററൽ എൻട്രി വഴി നമുക്ക് അടുത്തൊരു കോഴ്സിലേക്ക് പോകാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് അത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ ഇപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് ജോബ് ചെയ്യാൻ താല്പര്യം അതിനെ ബേസ് ചെയ്ത് ഒരു കോഴ്സ് എടുക്കുക. ഇപ്പോൾ കോഴ്സിനെ കുറിച്ചിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ അന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അന്ന് നല്ല തിരക്കൊക്കെ ആയിരുന്നു, പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ 2-3 ദിവസം കഴിഞ്ഞാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ബാലൻസ്. സോ ഇനി വരുന്ന ഡൗട്ട് എന്ന് പറഞ്ഞാലും നമുക്ക് ഈ ഒരു കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ എന്നായിരിക്കും. ഇപ്പം മെയിൻലി ഒക്കെ ബി ഫാം ഒക്കെ പാസ്സായി കഴിയുമ്പോൾ നമുക്കിതിന് ജോലി സാധ്യത ഉണ്ടോ എന്നൊക്കെ ഡൗട്ട് വരാം. ആക്ച്വലി നമ്മൾ ബി ഫാം ഒക്കെ എന്ന് പറഞ്ഞാൽ മെയിൻലി കുറേ പേരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, ഇതൊരു മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കാനല്ലേ, എന്തൊക്കെ പഠിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും. നമ്മൾ ഓരോ മെഡിസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് ആ ഒരു കോഴ്സിൽ. ആക്ച്വലി നിങ്ങൾക്ക് ബി ഫാം പഠിച്ചിട്ട് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറിൽ മരുന്നെടുത്ത് കൊടുക്കൽ മാത്രമല്ല നമ്മുടെ ജോലി, എന്നാലും നിങ്ങൾക്ക് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വേറെ ഒരുപാട് ഫീൽഡിലോട്ട് പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബി ഫാം എടുത്തതിന് എം ഫാം എടുത്താൽ പിന്നെ ലെക്ചറിങ് ആ ഒരു ഫീൽഡിലോട്ട് പോകാം, റിസർച്ച് ഫീൽഡിലോട്ട് പോകാം. അതുപോലെ തന്നെ
മാനുഫാക്ചറിങ് കമ്പനീസിൽ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പല ഫീൽഡിലോട്ട് വേണമെങ്കിലും നമുക്ക് പോകാവുന്നതാണ്. എന്നാലും എനിക്ക് തോന്നുന്നു മിക്കവരും ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന ഫീൽഡ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1-2 റീസൺസ് ഉണ്ടായിരിക്കും. മെയിൻലി ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഓരോരുത്തരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് മെഡിക്കൽ സ്റ്റോറിൽ വർക്ക് ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ ഒക്കെ നമുക്ക് ചെറിയൊരു വിഷമം തോന്നും. പക്ഷെ നമ്മളത് വർക്ക് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ ഫാർമസിയിലൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് അതിനോട് പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫീൽഡിലോട്ട് പോകാനായിരിക്കും പിന്നെ ഇഷ്ടപ്പെടുന്നത്. അതൊന്നാമത്തെ റീസൺ. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോബൊന്നും അല്ലായിരിക്കും. ഇപ്പോൾ അത്യാവശ്യം നല്ല മാനേജ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാതെ നമുക്ക് വർക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഒരുപാട് സ്ട്രെസ്സൊന്നും ഇല്ലാതെ തന്നെ വർക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും. അതായിരിക്കും മിക്കൊരു ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ജോബ് തന്നെ ചൂസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം കേട്ടോ. പിന്നെ ഇവിടെ മെയിൻലി ഫാർമസിസ്റ്റ് മാത്രമല്ല, ഇങ്ങനെ മാനുഫാക്ചറിങ്ങിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടൊക്കെ പോകുന്നുണ്ട്. കാരണം മെയിൻലി UAE-ലെന്ന് പറഞ്ഞാൽ മെഡിക്കൽ റെപ്സിന് കുറച്ചും കൂടി ബെറ്റർ സാലറി ആയിരിക്കും ഫാർമസിസ്റ്റിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഫാർമസിസ്റ്റായിട്ട് കുറച്ച് വർഷമൊക്കെ വർക്ക് ചെയ്തു പിന്നെ മെഡിക്കൽ റെപ്പായിട്ടൊക്കെ പോകുന്നതായിട്ട് എനിക്ക് അറിയാവുന്നവരുണ്ട് കേട്ടോ പേഴ്സണലി. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പല ഫീൽഡ് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ചൂസ് ചെയ്യാം. ഈ B.Pharm-ന്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്? ഏതൊരു കോഴ്സ് ആയാലും അതിന് പോസിറ്റീവ് സൈഡും കാണും നെഗറ്റീവ് സൈഡും കാണും അല്ലേ? ഇതിൻ്റെ നെഗറ്റീവ്സ് ആയിട്ട് എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര വാസ്റ്റ് സിലബസ് ആണ്. ഒരുപാട് പഠിക്കാനുണ്ട്. വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ എല്ലാം യൂസേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും. ഇപ്പം മാനുഫാക്ചറിങ്ങിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മാനുഫാക്ചറിങ് പഠിച്ചത് മാത്രമേ അവിടെ പ്രാക്ടിക്കലി നമുക്ക് യൂസേജ് വരുന്നുള്ളൂ. ഇപ്പോൾ ഫാർമസിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പഠിച്ച മെഡിസിൻസിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇവിടെ പ്രാക്ടിക്കലിൽ നമുക്ക് യൂസേജ് വരുന്നുള്ളൂ. പക്ഷെ നമ്മൾ B.Pharm പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം പഠിക്കുന്നുണ്ട്. അതായത് മാനുഫാക്ചറിങ് ആയാലും അല്ലെങ്കിൽ മെഡിസിൻസിനെ കുറിച്ചും അതിൻ്റെ സ്ട്രക്ചേഴ്സും അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അതാണ് ആദ്യത്തെ നെഗറ്റീവ്. പഠിക്കുന്ന സമയത്ത് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത്. രണ്ടാമത് നമ്മൾ പഠിച്ചൊക്കെ ഇറങ്ങി ജോലിക്കൊക്കെ പോകുമ്പോഴായിരിക്കുമല്ലോ ഇത് മനസ്സിലാവുന്നത്. ഇത്രയും നമ്മൾ പഠിച്ചു പക്ഷേ പ്രാക്ടിക്കലി ഇതിൻ്റെ ആവശ്യമില്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. പക്ഷേ കാരണം ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിക്കുന്നതൊന്നും നമ്മൾ പിന്നെ അത് യൂസ് ചെയ്യുന്നേ ഇല്ല. പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് കേട്ടോ പല സ്ട്രക്ചേഴ്സും. അതിൻ്റെ ഒന്നും യൂസേജ് അങ്ങനെ വരുന്നേ ഇല്ല. മെയിൻലി മെഡിക്കൽ ഇങ്ങനെ ഫാർമസിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ സ്ട്രക്ചേഴ്സിൻ്റെ ഒന്നും ആവശ്യം വരാറില്ല. കാൽക്കുലേഷൻ ചിലപ്പോൾ ആവശ്യം വരും. മെഡിസിൻസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ആവശ്യം വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യം വരുന്നുണ്ട്. രണ്ടാമത് നമ്മളിപ്പോൾ ജോലി ചെയ്യുമ്പോൾ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഹവേഴ്സ് ആണ്. ഡ്യൂട്ടി ഹവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ 8 ഹവേഴ്സും ഇവിടെ ഓൾമോസ്റ്റ് ഒരു 9 ഹവേഴ്സ് അടുപ്പിച്ചാണ് ഇവിടുത്തെ ഡ്യൂട്ടി ടൈം വരുന്നത്. ഈ ഒരു ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ചില സമയങ്ങളിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം പല സമയത്തായിരിക്കും ഡ്യൂട്ടി. എനിക്ക് മെയിൻലി അത് തോന്നിയത് ഇവിടെ വന്നതിന് ശേഷമാണ്, UAE-ൽ വന്നതിന് ശേഷമാണ് കേട്ടോ. UAE-ൽ പല സമയത്തായിരിക്കും ഡ്യൂട്ടി വരുന്നത്. സ്പ്ലിറ്റ് കാണും, 2 മണി വരെ ഡ്യൂട്ടി കാണും, നൈറ്റ് ഡ്യൂട്ടികൾ വരും. നമുക്ക് നാട്ടിലാണെങ്കിൽ ഹോസ്പിറ്റലൊക്കെ ഡ്യൂട്ടി ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും ഒരാഴ്ച സ്ട്രെയിറ്റ് നൈറ്റ് ആയിരിക്കും. അത് കുഴപ്പമില്ല. നമുക്ക് അത്രയ്ക്കും നമ്മുടെ ലൈഫിനെ അത് എഫക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മെയിൻലി എനിക്ക് അത്ര വലിയൊരു പ്രശ്നം വരാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പല സമയത്ത് നമുക്ക് ഒരേ സമയത്ത് മീൻസ് ഓൾമോസ്റ്റ് ഒരേ സമയത്ത് ഡ്യൂട്ടി കിട്ടത്തക്ക രീതിയിൽ നമ്മൾ എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് താമസിക്കുകയാണ്, ഒരാൾക്ക് ഇപ്പോൾ മോർണിംഗ് അങ്ങനത്തെ വേറെ ഏതെങ്കിലും ജോലിയാണ്, ഫാർമസി അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു ജോലി അല്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ പോലും നമുക്ക് കാണാൻ പോലും ഉള്ള ഒരു ടൈം കിട്ടണമെന്നില്ല. അത് മെയിൻലി ഫാർമസിസ്റ്റ് മാത്രമല്ല മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അത് എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് നൈറ്റും ഡേയും എല്ലാം നമുക്ക് ഡ്യൂട്ടി കാണും. അതാണ് ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെ ആണ് എങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് അത് അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാൽ മതിയായിരുന്നു എന്ന് ചില സമയത്തൊക്കെ എനിക്ക് അങ്ങനത്തെ ചിന്ത വരാറുണ്ട്. കാരണം ഇങ്ങനെ പല സമയത്തൊക്കെ ഡ്യൂട്ടി വരുന്നത് കൊണ്ട്. ഇനി രണ്ടാമത് നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം, ചില ഫാർമസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ചെയർ ഒന്നും അങ്ങനെ പ്രൊവൈഡ് ചെയ്യാറില്ല. അതായത് ഇപ്പം ജസ്റ്റ് ഒന്ന് ഇരിക്കാനൊക്കെ പറ്റുമായിരിക്കും, അല്ലാതെ നമുക്കൊന്ന് ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് ഒന്നും ചില ഫാർമസീസ്, എല്ലായിടവും ഞാൻ പറയുന്നില്ല,
ചില ഫാർമസീസ് നല്ല ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഫാർമസീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറില്ല. അപ്പം നമ്മൾ ഓർക്കും അങ്ങനെ ഇരിക്കുന്ന ജോലിയല്ലേ, ഇരിക്കേണ്ട ആവശ്യം എന്തുവാന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് അറിയായിരിക്കുമല്ലോ, നമ്മൾ ഫുൾ ടൈം ഒക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു സമയത്ത് നമുക്ക് പ്രശ്നം വരണമെന്നില്ല. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഈ ഫുൾ ടൈം നിൽക്കുന്നതിൻ്റെയൊക്കെ പ്രോബ്ലംസ്, ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് വരുന്നത്. സോ അതും വലിയൊരു നെഗറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. എനിക്കത് വലിയ നെഗറ്റീവായിട്ട് തന്നെ തോന്നി. എനിക്ക് കാരണം ഈ 24 hours അല്ലെങ്കിൽ നമ്മൾ ഈ 9 hours നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. എല്ലാ ഫാർമസീസും ഒന്നും അങ്ങനൊന്നും അല്ല കേട്ടോ. ചില വളരെ റെയർ ആയിട്ടുള്ള ഫാർമസീസ് മാത്രമേ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് പറയാറുള്ളൂ. ബാക്കി ഫാർമസീസിലൊന്നും നമുക്ക് കസ്റ്റമേഴ്സ് ഇല്ലാത്ത സമയത്ത് ഇരിക്കുന്നതിനുണ്ടോ അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. സോ അതും ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ നെഗറ്റീവിനെക്കാളും കൂടുതൽ എനിക്ക് തോന്നിയ ബി.ഫാം കോഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ പോസിറ്റീവ്സ് ഉണ്ട്. സോ നമ്മൾ ഈ ഒരു നെഗറ്റീവ്സ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും കുറച്ച് വാസ്റ്റ് സിലബസ് ആണ്, പഠിക്കാൻ ഒരുപാടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പേടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. സോ ഇതിൽ പോസിറ്റീവ്സ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മെയിൻലി ഞാൻ യു.എയിൽ വന്നതിന് ശേഷമുള്ള കാര്യം പറയാം. യു.എയിൽ ഞാൻ പറഞ്ഞല്ലോ, നാട്ടിലാകുമ്പോൾ നമുക്ക് സാലറി അത്യാവശ്യം കുറവായിരിക്കും. ഞാൻ കയറിയത് ഞാൻ ഒരു ഫാർമസി കോഴ്സ് കഴിഞ്ഞ് കയറിയത് വളരെ ചെറിയൊരു സാലറിക്കാണ്. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ജോബ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 years എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പോലും എനിക്ക് ഒരു 3 years ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തു. എന്നാൽ പോലും എനിക്ക് അത്യാവശ്യം സാലറി ഒന്നും ഭയങ്കര കുറവായിരുന്നു. എനിക്കൊന്ന് ഓരോ ഏരിയ ബേസ്ഡും കൂടിയാണെന്ന് തോന്നുന്നു ഈ സാലറി പാക്കേജ് കേട്ടോ. ചില ഏരിയാസിലൊക്കെ അത്യാവശ്യം നല്ല സാലറി ഒക്കെ പറയുന്നുണ്ട്, എന്നാലും പ്രൈവറ്റ് സെക്ടേഴ്സിൽ കുറവാണ് സാലറി. സോ അതൊക്കെ കഴിഞ്ഞ് യു.എയിലോട്ട് വന്നതും, യു.എയിൽ സാലറി എന്ന് പറയുകയാണെങ്കിൽ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുഴപ്പമില്ലാത്തൊരു സാലറി, മീൻസ് ഓരോ സ്ഥലത്തും ഓരോ സാലറിയാണ്, ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ബേസിക് സാലറി നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ ഇവിടെ കുഴപ്പമില്ലാതെ പോകത്തക്ക രീതിയിലൊരു സാലറി കിട്ടും. പിന്നെ 2 പേർക്ക് ജോബ് ഉണ്ട് എങ്കിൽ നമുക്ക് അത്യാവശ്യം പോകാം. ചെറുതായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ചെറുതായിട്ട് സേവിങ്സ് ഒക്കെ നടക്കാവുന്നതേ ഉള്ളൂ. സോ ആ ഒരു സാലറി ബേസ് നമുക്ക് ഇവിടെ കിട്ടും, കുഴപ്പമില്ലാതെ കിട്ടും. നാട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് യു.എ. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും നാട്ടിൽ നിന്ന് ഈ എക്സാംസ് ഒക്കെ എഴുതി ഇങ്ങ് വരുന്നത് തന്നെ. ഫാർമസിസ്റ്റിൻ്റെ ആ ഒരു വാല്യൂ ഇവിടെ യു.എയിൽ കിട്ടുന്നുണ്ട് നമുക്ക്. പക്ഷെ നാട്ടിൽ അങ്ങനത്തെ അത്ര ഒരു വാല്യൂ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും. കാരണം നമ്മൾ ഈ ഒരു 4 year എന്ന് പറഞ്ഞാൽ നല്ല വാസ്റ്റ് സിലബസ് ആണ്, നേരത്തെ ഞാൻ പറഞ്ഞു വിട്ടു. അതൊക്കെ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ കിട്ടുന്നില്ല എങ്കിൽ നമുക്കത് നോർമലി നമുക്കൊരു വിഷമം തോന്നും. പക്ഷേ ഇങ്ങോട്ട് വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ബി.ഫാമിൽ ഒരു പോസിറ്റീവ് കാര്യം തോന്നിയെന്ന് പറഞ്ഞാൽ, ബി.ഫാം എന്ന് പറഞ്ഞാൽ പഠിച്ചിറങ്ങിയാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ യു.എയിൽ വന്നാൽ പോലും പല ടൈപ്പ് ഓഫ് ഫാർമസീസ് ഉണ്ട്. സിംഗിൾ ഫാർമസി ഉണ്ട്, കുറച്ച് ബ്രാഞ്ചഡ് ആയിട്ടുള്ള നല്ല ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഫാർമസീസ്, ഹോസ്പിറ്റൽ ഫാർമസിയിലൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, ആദ്യമൊക്കെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ. സോ അല്ലാത്ത ഇങ്ങനത്തെ ഔട്ട്സൈഡ് ഫാർമസീസിലൊക്കെ നമുക്കിപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഫാർമസി വേണം അതിനനുസരിച്ച് നമുക്ക് ജോബ് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് അത്ര വലിയ സ്ട്രെസ് ഒന്നും എടുക്കാൻ വയ്യ, അല്ലെങ്കിൽ കുറച്ച് സ്ട്രെസ് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണം, അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സിംഗിൾ ഫാർമസിയോ അല്ലെങ്കിൽ ചെറിയ ചെയിൻ ഫാർമസീസോ ഒക്കെ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല ബെറ്റർ സാലറി വേണം, ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ബ്രാഞ്ചഡ് ഫാർമസീസിൽ നോക്കാം. സോ അതും നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ്. കാരണം പല ടൈപ്പ് ഓഫ് ഫാർമസിയുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് ഒരുപാട് സ്ട്രെസ് ഒന്നും എടുത്തു വെക്കാനോ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് എൻവയോൺമെൻറ്റിൽ നമുക്ക് വർക്ക് ചെയ്യാനോ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് സിംഗിൾ ഫാർമസീസ് നോക്കാം. അതുപോലെ തന്നെ മെഡിസിൻ സ്റ്റോർസ് ഉണ്ട്, അങ്ങനത്തെ സ്റ്റോർ നോക്കാം. മെഡിസിൻ സ്റ്റോഴ്സിലൊക്കെ സാലറി കുറച്ച് കുറവായിരിക്കും, എന്നാലും നമുക്ക് ആ ഒരു സമയങ്ങളിലൊക്കെ അങ്ങനെ വേണമെങ്കിലും നോക്കാം, പാർട്ട് ടൈം ആയിട്ട് നോക്കാം. സോ അങ്ങനത്തെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. സോ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അതൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിങ്ങൾ ബി.ഫാം എടുക്കണോ വേണ്ടോ എന്നൊക്കെ ഡൗട്ട് അടിച്ച് ഇങ്ങനെ നിൽക്കുന്നവർക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അപ്പോൾ എല്ലാവരുടെയും ഡൗട്ടൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.